ഹലോ, നമുക്കിന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ചിക്കൻ നൂഡിൽസ് വീട്ടിലെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബോൺലെസ് ആയിട്ടുള്ള 100 ഗ്രാം ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിനെ ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയം കൊണ്ട് നമ്മളിവിടെ നൂഡിൽസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 100 ഗ്രാമോളം വരുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 to 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നൂഡിൽസ് റെഡിയാക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. വളരെ തിന്നായി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യണേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജും ക്യാപ്സിക്കവും കൂടെ ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെയാണ്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നൂഡിൽസ് ഓൾറെഡി നമ്മൾ ബോയിൽ ചെയ്തതുകൊണ്ട് ഇനി അധിക നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ ചൂടോടെ തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സോസ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് വീണ്ടും ഇഷ്ടപ്പെട്ട സോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.